പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ദേവബാലയെ വിവാഹം കഴിക്കുന്നതിന് തനിക്ക് സമ്മതമാണ് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേക്. ഈ കാര്യം അറിയുന്നത് വളരെയധികം സന്തോഷമാണ് ദേവബാലയ്ക്ക് ഉണ്ടാക്കുന്നത്. പക്ഷേ ദേവബാലയുടെ അച്ഛൻ ഞാൻ അവന്റെ കണ്ണിൽ കണ്ടത് പകയാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല അവൻ ചിന്തിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ദേവരാജൻ അവനെ സൂക്ഷിക്കണം എന്ന് തന്റെ മകളോട് പറയുന്നുവെങ്കിലും ദേവബാല അതൊന്നും കാര്യമാക്കാൻ തയ്യാറാകാതെ മുന്നോട്ട് പോവുകയാണ്. എനിക്ക് കൂടുതലൊന്നും ഇനി ആലോചിക്കാൻ ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന ദേവബാല എനിക്ക് അവനെ സ്വന്തമാക്കണം, അത് മാത്രമാണ് ഇപ്പോൾ എൻ്റെ മുന്നിലുള്ള ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപിൽ തടസ്സമായി ആരും തന്നെ വരരുത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് ദേവരാജൻ നീ എടുത്തുചാടി ഒന്നും ചെയ്യരുത് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ആവശ്യമില്ലാതെ ധൃതി കൂട്ടുകയാണ്. ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ട് തിരിച്ചടി നിനക്ക് തന്നെയാണ് ഉണ്ടാവുക എന്ന് പറയുകയും ചെയ്യുന്നു. അവൻ എന്തൊക്കെയോ മനസ്സിൽ കരുതി തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നീയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ദേവരാജൻ. പക്ഷേ എനിക്ക് നഷ്ടപ്പെടാനൊന്നും തന്നെയില്ല, അവനെ സ്വന്തമാക്കണം, ആ ഒരു ആഗ്രഹം മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ ഏതറ്റം വരെ പോകാനും ഞാനും തയ്യാറായി തന്നെയാണ് ഇരിക്കുന്നത്. എനിക്ക് ആ കാര്യത്തിൽ യാതൊരു വിഷമവും ഇല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ടാണ് മുന്നിലേക്ക് ദേവപാല പോകുന്നത്. അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ടത് ദേവരാജനെ ഞെട്ടിച്ചു കളയുന്നു. ഇതോടെ സോഹൻ ചെന്ന് കണ്ടിരിക്കുകയാണ് അഭിഷേകിനോട് നീ എന്ത് കണ്ടിട്ടാണ് മുന്നോട്ട് പോകുന്നത്? നീ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അത് എനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. നീ സത്യങ്ങൾ എന്നോട് പറയുക തന്നെ വേണമെന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് എന്നെ ഇല്ലാതാക്കാനാണ് അവൾ ശ്രമിക്കുന്നത്. എൻ്റെ എല്ലാമായ ഇഷ എന്നേക്കുമായി എനിക്ക് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇതിനെല്ലാം കാരണമായ അവളെ ഒരു പാഠം പഠിപ്പിക്കണം. അത് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത്. ഒരിക്കലും ഇനി പിറകോട്ട് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ടാണ് അഭിഷേക് മുന്നിലേക്ക് പോകുന്നത്. ഇതോടെ സോഹൻ നീ എടുത്തു ചാടി ഇമോഷണലായി ഒന്നും ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിനക്ക് തന്നെയാകും അത് തിരിച്ചടിയാവുക. ആ കാര്യം ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എനിക്ക് കൂടുതലൊന്നും ആലോചിക്കാനില്ല, ആലോചിക്കാനുള്ളതെല്ലാം ഞാൻ ആലോചിച്ചു കഴിഞ്ഞു. ഇനി മുൻപിൻ നോക്കാതെയുള്ള പോരാട്ടമാണ് ഞാൻ പോരാടാൻ പോകുന്നത്. എൻ്റെ ജീവിതം നശിപ്പിച്ച അവളെ ഞാനൊരു പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും. അത് എൻ്റെ തീരുമാനമാണ്, അതിൽ യാതൊരു മാറ്റവുമില്ല. ഞാൻ അവളെ ഇല്ലാതാക്കും, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിപ്പിക്കുക തന്നെ ചെയ്യും. അത് ഞാനെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് മുന്നിലേക്ക് അഭിഷേക് പോകുന്നത്. ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് സോഹനും ഉറപ്പിക്കുന്നു. എന്നാൽ ഇതേ സമയം ദേവരാജനാകട്ടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. അവൻ എന്തായാലും എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ദേവബാലയോട് ഈ കാര്യം പറഞ്ഞിട്ട് യാതൊരു ഉപകാരവുമില്ല. പക്ഷേ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ല എങ്കിൽ
പ്രശ്നം വഷളാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്ത് ചെയ്യും, എങ്ങനെയാണ് എൻ്റെ മകളെ രക്ഷിക്കുക എന്നുള്ള കാര്യവും ആലോചിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന ദേവരാജൻ ഇതേ തുടർന്ന് ആശങ്കപ്പെട്ട് ഇരിക്കുകയും ഒടുവിൽ അഭിഷേകിനെ ചെന്ന് കാണാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. അഭിഷേകിനോട് നീ എന്താണ് മനസ്സിൽ കണ്ടിട്ടുള്ളത് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് നിങ്ങളുടെ മകൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യം എനിക്കറിയാം, അത് അവൾക്ക് കിട്ടുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കുകയും അതുകൊണ്ട് തന്നെ ഇനി യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്ന് അറിയിക്കുകയും ചെയ്ത് ഞാൻ എൻ്റെ തീരുമാനം നടത്തും, അവളെ വിവാഹം കഴിക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ ദേവരാജനാകെ ഞെട്ടിപ്പോകുന്നു. അഭിഷേക് മനസ്സിൽ കണക്കുകൂട്ടി തന്നെയാണ് കാര്യങ്ങൾ നീക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഇതോടെ മനസ്സിലാക്കുന്ന ദേവരാജൻ എന്തു ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുകയാണ്. ഇതേ സമയമാണ് ഇഷ അഭിഷേക് വിവാഹത്തിന് തയ്യാറായി മുന്നിലേക്ക് പോവുകയാണ് എന്നുള്ള കാര്യം അറിയുന്നത്. ഇത് ഇഷയെ മാനസികമായി വിഷമിപ്പിച്ചിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.